മതതീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധം മറച്ചുപിടിക്കാനാണ് ഇടതു വലത് മുന്നണികൾ പരസ്പരം RSS ബന്ധം ആരോപിക്കുന്നതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു. മുസ്ലിം വോട്ട് ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും RSS ഡീലിനെ കുറിച്ച് പറയുന്നത്. തനിക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്ന VD സതീശന് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട പശ്ചാത്തലമാണ് ഉള്ളതെന്നും RV ബാബു ജനൻ ടിവിയോട് പറഞ്ഞു. UDFിന്റെ ജമാഅത്ത് ഇസ്ലാമി ബന്ധത്തെക്കുറിച്ചും SDPI ബന്ധത്തെക്കുറിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയന് ആക്ഷേപങ്ങളൊന്നുമില്ല. CPMന്റെ PDP കൂട്ടുകെട്ടിൽ UDFിനും ഒന്നും പറയാനില്ല. മതതീവ്രവാദ ശക്തികളുമായുള്ള ഇടതുവലത് സഖ്യം മറച്ചുവെക്കാനാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പരസ്പരം RSS ബന്ധം ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുന്നതെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു ജനൻ ടിവിയോട് പറഞ്ഞു. ഇവർക്ക് രണ്ടുപേർക്കും ഈ മതതീവ്രവാദ ശക്തികളുമായിട്ട് ബന്ധം. അപ്പോൾ ഒരു ഭാഗത്ത് UDFിന്റെ മുന്നണിയിൽ ആരൊക്കെയുള്ളത്? UDFിന്റെ മുന്നണിയിൽ മുസ്ലിം ലീഗ് മതമാണ് പ്രശ്നം എന്നും UDF ജയിക്കേണ്ടത് ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടിയാകണം എന്നും പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. നാളിതുവരെ VD സതീശൻ അവരെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? അത് തെറ്റാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ പിണറായി വിജയനും VD സതീശനും നാളിതുവരെ മുസ്ലിം ലീഗിൻ്റെ സാമുദായിക രാഷ്ട്രീയത്തെ തള്ളി പറഞ്ഞിട്ടില്ല. തനിക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്ന VD സതീശന് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട പശ്ചാത്തലമാണുള്ളത്. വ്യക്തി അധിക്ഷേപത്തിൻ്റെ വിഷയം വെച്ച് സംസാരിച്ചാൽ VD സതീശൻ്റെ സഹപ്രവർത്തകനായിരുന്ന കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യ VD സതീശനെതിരെ ഉന്നയിച്ച ആരോപണം ഞാൻ പറയാൻ തയ്യാറല്ല. ആ ആരോപണം ജനങ്ങളുടെ മുമ്പാകെയുണ്ട്. അത്തരം ആരോപണങ്ങൾ എനിക്കെതിരെ ആരും ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വ്യക്തി അധിക്ഷേപം നടത്താനാണ് VD സതീശൻ മുതിരുന്നതെങ്കിൽ VD സതീശന് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും തെരഞ്ഞെടുപ്പിൽ എന്ന് ഞാൻ VD സതീശനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2001-ലെയും 2006-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSS പിന്തുണ അഭ്യർത്ഥിച്ചയാളാണ് സതീശൻ. ജയിക്കാൻ RSS നേതാവിനെ കണ്ട സതീശന് അന്ന് RSS വിരോധമുണ്ടായിരുന്നില്ല. VD സതീശന് RSS നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. പ്രാദേശികമായി RSS പ്രവർത്തകരുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. എല്ലാ പരിപാടികളിലും വരുമായിരുന്നു. 2001-ൽ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ VD സതീശൻ ജയിക്കാൻ വേണ്ടി RSS നേതാവിനെ പോയി കണ്ടു എന്ന് ഞാൻ പറഞ്ഞത്. 2001-ലും 2006-ലും ഞാൻ ആ വാദത്തിൽ ഇപ്പോഴും നിൽക്കുകയാണ്. ആ നേതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ താല്പര്യപ്പെടാത്തതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. ഇത്തരം ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെ ഇടതു വലത് മുന്നണികളുടെ ഇരട്ടത്താപ്പ് കൂടി തുറന്നു കാണിക്കപ്പെടുകയാണ്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.